ശരി അടയാളപ്പെടുത്തുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ താമസിച്ച വീട്. ആയിഷ ബീവിയുടെ. 2. നമ്മുടെ മദ്ഹബിന്റെ പേര്. ഷാഫിഈ. 3. ബദർ യുദ്ധം നടന്ന മാസം. റമളാൻ. 3. വലിയ പാപങ്ങളിൽ പെട്ടത്. വ്യഭിചാരം. 5. സൽസ്വഭാവത്തിൽ പെട്ടതാണ്. സത്യസന്ധത. 6. അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും. വിശപ്പ്. ഉത്തരം എഴുതുക. 1. മുഅ്തദ് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സഹാബി. ജഅഫർ റളിയല്ലാഹു അൻഹു. 2. വഹദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ? ശവ്വാൽ മാസത്തിൽ. 3. വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 4. ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. 5. ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്? സത്യവിശ്വാസികളുടെ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ. സരിയ. പൂരിപ്പിക്കുക. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഖിർ. 2. അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇതിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4. ഹുദൈബിയ കരാർ. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യോജിപ്പിക്കുക. 1. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവ്. 2. ഖൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. ഇൽമ് പഠിക്കുക. 3. സത്യവിശ്വാസിയുടെ ഈമാനിനെ കോട്ടം തട്ടുന്ന വൻകുറ്റം. സിന. 4. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ. യഹൂദികൾ. 5. ബദ്ർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ 70 പേർ. ഹിജ്റ വർഷം എഴുതുക. 1. ബദ്ർ യുദ്ധം നടന്നത്. ഹിജ്റ 2-ാം വർഷം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ഹിജ്റ 11-ാം വർഷം. 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഹിജ്റ 179-ൽ. 4. മക്ക വിജയം നടന്നത്. ഹിജ്റ 8-ാം വർഷം. സാരം എഴുതുക. 1. ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. 2. അഫല അകൂന അബ്ദൻ ശകൂറ. ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ? 3. ഖാലിഖിൻ നാസ ബിഖുൽഖിൻ ഹസൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. വ്യക്തമാക്കുക. 1. നബിത്തങ്ങളുമായി കരാറുണ്ടായ മദീനയിലെ ജൂതഗോത്രങ്ങൾ. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. 2. മുഅ്ത യുദ്ധത്തിന്റെ കാരണമെന്ത്? നബിയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു. 3. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. 4. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ. 5. ലജ്ജ എന്നാൽ എന്ത്? വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ.